ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ എസ് ഷാനവാസ് AS നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ഷാനവാസ്. അത്യന്തം ഹീനമായ ഒരു കൊലപാതകമാണ് ഈ കോഴിക്കോട് നടന്നിരിക്കുന്നത്. താമരശ്ശേരിയിൽ കുട്ടിയുടെ ജീവൻ ഇന്നലെ രാത്രി 12:30 ഇല്ലാതായി. കുട്ടികളുടെ സംഘർഷം എന്ന് പറഞ്ഞ് നമുക്കിതിനെ എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം വളരെ ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾ മുതിർന്ന ചില ആളുകളുടെ സഹായത്തോടെയാണ് ഇത് ചെയ്തത് എന്ന് ഈ മരിച്ച ഷഹവാസിൻ്റെ പിതാവ് ഇന്നലെ തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ടായിരുന്നു. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും സമീപത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാരുടെ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. മാതാപിതാക്കളെ എല്ലാവരുടെ കയ്യിൽ നിന്നും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നലെ തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ശരി, ഇത് കലാലയങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത് സമൂഹത്തിലെല്ലാം തന്നെ വർദ്ധിച്ചു വരുന്നൊരു പ്രവണതയാണ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് കാലത്ത് ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ ചെറിയ തല്ലൊക്കെ ആണെങ്കിൽ അന്ന് തന്നെ അത് അവസാനിപ്പിക്കുന്ന രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പിന്നീട് സംഘം ചേർന്ന് പിന്നീട് പക തീർക്കുന്ന രീതിയിലേക്ക് അത് വരുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ കുട്ടികളുടെ മാനസികാവസ്ഥയെ ഇത് സംബന്ധിച്ചുള്ള കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പൊതുവായിട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ നടപടിയെടുക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള ബാക്കിയുള്ള നടപടികളുമായിട്ട് വകുപ്പ് മുന്നോട്ട് പോകും. അതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തീർച്ചയായിട്ടും കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീതിന്യായ സംവിധാനമാണത്. ഈ സംവിധാനം അനുസരിച്ച് ഈ കുട്ടികളെല്ലാം തന്നെ ഇന്നലെ തന്നെ വീട്ടിൽ പോയിരുന്നു. ഇപ്പോൾ ഈ പ്രതികളായ 5 കുട്ടികളും ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഇനിയിപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ കുട്ടികളുടെ കാര്യം തീരുമാനിക്കും. നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കർക്കശമായ നടപടിയെടുക്കാത്തതെന്ന് നമ്മൾ വളരെ നിശ്ചിതമായി ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, നിയമ സംവിധാനങ്ങൾ വഴി രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. കാരണം ഈ മുതിർന്നവരുടെ സഹായത്തോടെ നടത്തിയ നഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കുട്ടിയുടെ തലച്ചോറ് 70% വരെ തല്ലി പൊളിച്ചുവെന്നാണ് മെഡിക്കൽ രംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ ഇത്രയും ഹീനമായ സാഹചര്യം ഉണ്ടായാലും കുട്ടികൾ നമ്മുടെ കാരുണ്യം തേടി രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നമുക്കുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പലപ്പോഴും നിരാശയുണ്ടാകുന്ന കാര്യം ഈ നാട്ടിൽ സംഭവിക്കുന്നു. അത് പൊതുവായി കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെ പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള പല വ്യക്തികളും അത് അവരെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പഴുതായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ്. ഇതിന് തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ വളരെയധികം കൂടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മറ്റു സമീപനത്തിൽ മാറ്റം വരുത്തണോ എന്നുള്ള കാര്യം കൂടെ സർക്കാർ തലത്തിൽ നമ്മൾ തീരുമാനിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ സവിശേഷമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ പല മീഡിയയിലും വരുന്ന പല സിനിമയാവട്ടെ, സീരിയലാവട്ടെ, ഗെയിം ആവട്ടെ, എല്ലാം തന്നെ ഒരു പരിധി വരെ അതിനൊക്കെ ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരികയും, കാരണം കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും പരിധിയില്ലാതെ കടന്നു പോകുന്നു എന്നൊരു അഭിപ്രായം വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അപ്പോൾ വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ശുപാർശ അടിയന്തരമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയെ നിയന്ത്രിച്ചുകൊണ്ടോ ഏതെങ്കിലും കുട്ടികളെ നിയന്ത്രിച്ചുകൊണ്ടോ മാത്രം ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ വരുന്ന പല കാര്യങ്ങളും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഗെയിമുകളാവട്ടെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല റീലുകൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ, ഒരു പരിധി വരെ സിനിമയുടെ ചില പുതിയ ചില രീതികൾ, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രതികാര വാഞ്ചയോടുകൂടി കുട്ടികൾ പലപ്പോഴും രംഗത്തിറങ്ങുന്നതെന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാരും കൂടെ അഭിപ്രായപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സമൂലമായിട്ടൊരു മാറ്റം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ശുപാർശ തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കാരിലേക്ക് സമർപ്പിക്കും. താങ്ക് യു ശ്രീ ഷാനവാസ്. ഒരു മാധ്യമ നിലയിൽ 24-ന്റെ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ നീക്കങ്ങൾക്കുണ്ടാകും. അതേസമയം ഇതിനൊരു അവസാനം കണ്ടെത്തിയേ പറ്റൂ ശ്രീ ഷാനവാസ്. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ.